നമസ്കാരം. ഇതാണ് നമ്മുടെ കിങ് സൈസ് വരുന്ന ഹൈഡ്രോളിക് കോട്ട്. ഇത് കിങ് സൈസ്, ക്യൂൻ സൈസ് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഹൈഡ്രോളിക് കട്ടലിൻ്റെ സ്പെക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ 16 ഗേജ് GP സ്ക്വയർ ട്യൂബിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് ബോക്സ് 1 mm തിക്നെസ് ഉള്ള GI ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ PU പെയിൻറ്റ് ഫിനിഷിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് വരുന്നത് ഡിറ്റാച്ചബിൾ ആയിട്ടാണ് വരുന്നത്. ഈ ഫ്രെയിം വരണം, ഈ ബോക്സ് 2 പീസ്, അതുപോലെ തന്നെ ഹെഡ് ബോർഡ് സെപ്പറേറ്റ്. സാധാരണ റെഡിമെയ്ഡ് എന്ന ഹൈഡ്രോളിക് കട്ടലിലൊക്കെ 2 സൈഡിൽ അതിൻ്റെ എപ്കോഡ് ഫിറ്റിങ്സാണ് വരുന്നത്. ഇതിൽ നമ്മളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്ത മെക്കാനിക്സാണ് ഉള്ളത്. ഈ മെക്കാനിക്സിൽ ഇതിൽ 4 ജാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കസ്റ്റമറുടെ ബെഡ് വെയിറ്റ് കൂടിയതാണെങ്കിൽ നമുക്ക് ജാക്കി പവർ കൂടിയതോ എണ്ണം കൂട്ടിയോ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും പറ്റും. മെയിൻ്റനൻസ് ഉണ്ടാവില്ല, ചെതൽ, വിള്ളൽ, കുത്തൽ, ഇളക്കം, ഫിറ്റിങ്സ് വിട്ടുപോകണ പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇത്രയും വലിയ കട്ടൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ വലിച്ച് നീക്കാവുന്നതുള്ളൂ. ഇന്ന് മേടിച്ച അതേ സ്ട്രെങ്ത് തന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അഴിച്ച് മാറ്റി പിടിപ്പിച്ചാലും ഇതേ സ്ട്രെങ്ത് തന്നെ അപ്പോഴും കിട്ടും. ഇതിൽ തന്നെ നമുക്ക് ഈ ഹെഡ് ബോർഡിൻ്റെ സ്റ്റിച്ചിങ് ഇതിപ്പോൾ ഡയമണ്ട് ടൈപ്പ് സ്റ്റിച്ചിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഹൈറ്റ് കൂട്ടി കുറച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിന്നെ ഫാബ്രിക്കിൻ്റെ കളർ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. വാട്ടർ റിപ്പലൻ്റ് മെറ്റീരിയൽ, വെൽവെറ്റ് മെറ്റീരിയൽ, ആർട്ട് ലെതർ, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം.